ബ്രേക്കിംഗ് അലാറം മുഴങ്ങിയിട്ടുണ്ട്. നമുക്കൊപ്പം സൈഫുനിസ അലിയാരാണ് മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയുമായി നിൽക്കുന്നത്. സൈഫുനിസ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി. എന്താണ് പുതിയ ബ്രേക്കിംഗ് സൈഫുനിസ? അരുൺകുമാർ, നേരത്തെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഒരു പുതിയ അപ്ഡേഷനാണ് നമുക്ക് ഇപ്പോൾ ബ്രേക്കിംഗ് ആയി നൽകാനുള്ളത്. ഈ പണപ്പിരിവ്, കലൂരിൽ നടന്ന നൃത്ത പരിപാടി, ഉമാ തോമസിന് അപകടമുണ്ടാക്കാനിടയായ നൃത്ത പരിപാടിയുടെ പണപ്പിരിവിനെ സംബന്ധിച്ച് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസെടുത്തിൽ പ്രതി ചേർത്തവരിൽ ഈ ദിവ്യ ഉണ്ണി, പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തു കൂടിയായ പൂർണിമ എന്ന യുവതിയും ഉണ്ട് എന്നുള്ളതാണ്. ഈ കേസിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 316(2), 318(4), 3(5) വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തിരിക്കുന്നത് മൃദംഗ വിഷന്റെ MD ആയ നികോഷ് കുമാർ, CEO ആയ ഷമീർ അബ്ദുൾ റഹീം, ഒപ്പം തന്നെ ഈ നികോഷ് കുമാറിന്റെ ഭാര്യ, ഇത് കൂടാതെ പൂർണിമ എന്ന ഈ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത്. ഈ പൂർണിമ അമേരിക്കൻ പൗരത്വമുള്ള ആളാണ്. ഇവർ വഴിയൊക്കെയാണ് ഈ പണപ്പിരിവ് നടന്നത് എന്നുള്ളതാണ് അറിയുന്നത്. FIRന്റെ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. FIRൽ പറയുന്നത് 1 മുതൽ 5 വരെ പ്രതികൾക്ക് ഡാൻസർമാരായ ആളുകളെ ചതി ചെയ്ത് അന്യായമായ ലാഭമുണ്ടാക്കണമെന്നും അന്യായ നഷ്ടമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2000 രൂപ കൊടുത്താൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ആവലാതിക്കാരിയുടെ മകൾക്ക് വേണ്ടി പണം കൈമാറിയെന്നും ഇത് കൂടാതെ 1600 രൂപ നും യാത്രാ ചെലവ് വേറെയും കൈപ്പറ്റിയെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സ്ഥാപനത്തിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് വാങ്ങി വിശ്വാസവഞ്ചന നടത്തിയും 12,000-ഓളം പേരിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി വർത്തിച്ച കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ FIRൽ പറയുന്നത്. കൃത്യമായി പണപ്പിരിവിൽ മാത്രമായി പ്രത്യേകം ഒരു FIR ഇട്ട്, അതായത് ഉമാ തോമസിന്റെ അപകടത്തിൽ നേരത്തെ തന്നെ ഈ സംഘാടകർക്കുണ്ടായ വീഴ്ചയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇത് കൂടാതെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതായത് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി നടന്ന നൃത്ത പരിപാടിയിൽ മൃദംഗനാദം എന്ന പരിപാടിയിൽ 2 FIRകൾ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് എടുത്തിരിക്കുന്നു. ഇതിൽ ഈ 2ാമത്തെ FIR ഈ നടി ദിവ്യ ഉണ്ണിയിലേക്ക് കുറച്ചുകൂടി അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു FIR കൂടിയാണ്. കാരണം ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തും ഒപ്പം അമേരിക്കയിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുമായ പൂർണിമയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ദിവ്യ ഉണ്ണിയെ ഈ വരുന്ന ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കാൻ ഇരിക്കുകയാണ്. നമുക്കറിയാം 4 കോടിക്ക് മുകളിൽ ഗിന്നസ് റെക്കോർഡ് സ്ഥാപനത്തിനാണ് കിട്ടിയത്. എനിക്കൊരു ദിവ്യ ഉണ്ണിക്കും സ്ഥാപനത്തിനും ആയിരിക്കും, അവരുടെ പേരല്ലേ ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. ഈ പൈസ കൊടുത്ത് ഡാൻസ് ചെയ്ത കുട്ടികളുടെ ആരുടെയും പേര് ഈ ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ശരിക്കും തട്ടിപ്പ് തന്നെ എന്ന് പറയേണ്ടി വരും. അവരോട് അങ്ങനെ പ്രോമിസ് ചെയ്ത് പൈസ വാങ്ങി നിങ്ങളെ ഗിന്നസ് ബുക്കിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് പൈസ വാങ്ങി സംഘടനയും ദിവ്യ ഉണ്ണിയുമാണ് പേര് കൊണ്ടുപോയതെങ്കിൽ സ്വാഭാവികമായും തട്ടിപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരും, അല്ലേ സൈഫു? തീർച്ചയായും. പക്ഷേ ഇവർക്കൊരു സ്കാൻ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പേരിലും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം, ആപ്പ് സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേറെ പണവും ഇവർ ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ കുട്ടികൾക്കൊന്നും ഇവിടെ നിന്ന് ഡയറക്റ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും കൊടുത്തല്ല വിട്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ പേരിലാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിയിരിക്കുന്നത്. അത് ഈ മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ പേരിലാണ്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഭാവിയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. വ്യക്തിഗതമായ പ്രകടനമാണ് ഓരോരുത്തരുടെയും പരിഗണിക്കേണ്ടത്. കാരണം ഇത്രയും പേർ 12,000-ഓളം പേർ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു കമ്പനിയുടെ പേരിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. മുകളിൽ പോപ്പുലാരിറ്റിയും കിട്ടി എന്ന് വേണം കരുതാൻ. അതെന്താണ് ഇപ്പോൾ കമ്പനിക്ക് കുരുക്കായിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൈഫുനിസ, നമ്മുടെ ആശുപത്രിയിൽ ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഇന്നിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ ആശാവഹമായ ഒരു പുരോഗതി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. മകൻ വിവേക് അല്പസമയം മുൻപ് ഉമാ തോമസ് MLA കയറി കണ്ടിരുന്നു. ഉമാ തോമസ് MLAക്ക് മകൻ ന്യൂ ഇയർ ആശംസ നേർന്നപ്പോൾ തിരിച്ചു പറയാൻ ഉമാ തോമസ് ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഉമാ തോമസ് പ്രതികരിക്കുന്നുണ്ട്. വെന്റിലേറ്റർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അധികം സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. എങ്കിൽ പോലും ഓർമ്മ വീണ്ടെടുക്കുന്ന രീതിയിലേക്ക് ഉമാ തോമസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ളത് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ്. അതിലാണ് ഇനി കൂടുതൽ നമുക്ക് ഡോക്ടർമാരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഈ ചതവുകളും ഈ റിബ്സ് ഒടിഞ്ഞ് ഉണ്ടായ മുറിവുകളും രക്തം കയറിയതും എല്ലാം ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം മാത്രമേ നമുക്ക് സ്വന്തമായി ശ്വസിക്കാനുള്ള പൂർണ്ണമായി ഒരു ഇതിലേക്ക് എത്തിയാൽ മാത്രമാണ് വെന്റിലേറ്റർ സഹായം എടുക്കാനാകൂ. ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയത് കൊണ്ടോ അതല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ കൈകാലുകൾ ചലിപ്പിക്കുന്നതുകൊണ്ടോ മാത്രമല്ല നമുക്ക് തന്നെ ശ്വാസം എടുക്കാനുള്ളൊരു രീതിയിലേക്ക് എത്താനുള്ള
ശ്വാസകോശത്തിന്റെ ആ ഒരു പഴയ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത് കൊണ്ടുണ്ട് അത് ഗുരുതരമായി തുടരുക തന്നെയാണ്. വെന്റിലേറ്റർ സഹായവുമുണ്ട്. പക്ഷേ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളോടും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. തലയ്ക്കേറ്റ അടി അത്ര മാത്രം ഗുരുതരമായില്ല. അത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു സൈഫുനിസ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടാവുന്നു. പക്ഷെ മറ്റൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ തട്ടിപ്പ്. ഒരു ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്തിൽ വലിയ ഭരതനാട്യ മെഗാ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. വലിയ പണമിടപാടാണ് നടന്നിരിക്കുന്നത്. സാരിക്ക് 390 രൂപയുടെ സാരി 1200 രൂപയ്ക്ക് കൊടുക്കുക, എന്നിട്ട് 3500 രൂപ വീതം 11,200 ആളുകളുടെ കൈകളിൽ നിന്ന് വാങ്ങുക. മൊത്തം 4-5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ വിഷയത്തിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, പൂർണിമ, നികോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികളാകുന്നത്. ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമയും കേസിൽ ഇപ്പോൾ പ്രതിയാണ്. അന്വേഷണം ദിവ്യ ഉണ്ണിയിലേക്ക് എത്തുമോ എന്നതാണ് ഈ നിമിഷത്തിലെ ചോദ്യം.